എല്ലാവർക്കും കേട്ടോ. ഞങ്ങൾ വേണമെങ്കിൽ സ്വീകരിക്കുക അല്ലെങ്കിൽ സ്വീകരിക്കില്ല കേട്ടോ. ഇത് എപ്പോഴെങ്കിലും വന്നിട്ട് ഒരു ഉമ്മ എന്ന് പറഞ്ഞ ഒരു ചീഫ് ഗസ്റ്റ് വന്നിരിക്കണം. മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റും. ഞങ്ങൾക്ക് ഉമ്മയുടെ ആവശ്യമില്ല, മനസ്സിലായില്ലേ? ഒരു ഉമ്മക്കാരി വന്നിരിക്കണം, ഉമ്മക്കാരി. ഇത് ഞാൻ മുതിര വേവാൻ അടുപ്പിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. പകുതി വെന്തിട്ടുണ്ട്. എന്താണാവോ മുതിര കണ്ടോ? മുതിര. ഈ മുതിരയും കൊണ്ട് നമുക്ക് എന്തൊരു കറി വെക്കാം. അതായത് പുളിയല്ല കേട്ടോ, പുളി ഒഴിക്കാത്ത കറിയാണ്. കണ്ടോ? നമ്മളെന്താ വല്ല കുതിര ഏത് നേരം മുതിര മുതിര നീ കഴിക്കണ്ട കേട്ടോ. അങ്ങനെയല്ല, എപ്പോഴും മുതിര മുതിര. ഇവൻ ഇങ്ങനെയൊക്കെ പറയൂ. അതാ കണ്ടില്ലേ? അവന് ഞാൻ മീൻ വെച്ച് വറുത്ത് കൊടുക്കാൻ വേണ്ടിട്ട്. ഇത് പോരെ അവര് പിന്നെ കുറ്റം എനിക്കറിയാടാ നീ ഇട്ട് കൊടുക്കുന്നു. അതിനെ ഞാൻ അവിടെ എടുത്തു വെച്ച് കാണിക്കാം. അത് ശരി. എല്ലാത്തിനും മറുപടി ഉണ്ടല്ലോ കയ്യില്. അച്ഛൻ ഓംലേറ്റ് മതി ഉണ്ടാക്കി കൊടുക്കാം. പണ്ടത്തെ പോലെ അല്ല അമ്മ, പഠിച്ച് പഠിച്ച് പണ്ഡിതയായി പറയും പോലെ. പണ്ഡിതല്ല, എല്ലാം പഠിച്ചു അമ്മ. അപ്പൊ ഈ മുതിര അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇടാം. അതിന് വേണ്ട സാധനങ്ങൾ ഞാൻ പറഞ്ഞു. അതൊന്നും പറയില്ലല്ലോ ഈ അമ്മ. അതിപ്പോ അടുക്കളയിൽ വരാൻ ഒരു തപ്പലുണ്ട്. എവിടെയായിരുന്നു അമ്മ? ഇത് നാളികേരം, പിന്നെ ഒരു പച്ചമുളക്, പിന്നെ ഒരു ഇത്തിരി കുരുമുളക്. അതായത് ഒരു 5-6 മണി കുരുമുളക്, പിന്നെ ചെറിയുള്ളി, 2-3 ചെറിയുള്ളിയും കൂട്ടി അരച്ചതാണ് കേട്ടോ. ഒരു ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ. പിന്നെ മുളക് പൊടി 1 സ്പൂണ്, തക്കാളി ഒരു ചെറുത്, പിന്നെ ഉള്ളി സപ്പോള, പിന്നെ ഒരു 2 പച്ചമുളക്. ഇത് വറവിടാൻ വെളുത്തുള്ളി, ഉണക്കമുളകും. ഇത് പിന്നെ ചട്ടിയിൽ വെച്ചിട്ടുള്ള മുതിര വറുത്തിട്ട് അടുപ്പത്തിട്ടതാണ് കേട്ടോ. വറുത്തിട്ട് അതിലേക്ക് എന്താ ഇടാൻ പോണു? മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി എത്ര ഇട്ട്? അതൊക്കെ നമ്മുടെ ആവശ്യത്തിനാണ്. അത് ഇത്രയൊന്നും അല്ല. അപ്പൊ ആവശ്യത്തിനാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്കൊരു ആ ഡബി മുഴുവൻ ഇടാൻ തോന്നി, ഇടാൻ പറ്റുമോ? ഇത് പകുതി വെന്തിട്ടുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട ഉപ്പ് ഇട്ടു. ഇപ്പൊ പകുതി വെന്തൊക്കെ കടയിൽ കിട്ടാൻ തുടങ്ങിയ ഉപ്പ് ഇതിനാവശ്യം. പൊടിയിപ്പോ കല്ലിപ്പോ? കല്ലുപ്പാണ്. പിന്നെ ഈ തക്കാളി, പിന്നെ മുളക് പൊടി 1 സ്പൂൺ ഇതിന് വേണ്ടി എടുത്തു വെച്ചതാണ്. പിന്നെ ഈ പച്ചമുളകും ഒരു പകുതി സവോള കേട്ടോ, അധികമൊന്നും വേണ്ട. പിന്നെ നമുക്ക് ഒരു ഇത്തിരി കറിവേപ്പില, ഇത്തിരി സംഭവം എന്തൊക്കെ പറഞ്ഞാലും മുതിര എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇതിങ്ങനെ ഇളക്കിയിട്ട് അടച്ചു വെക്കാം. ഇതിൻ്റെ പാട്ടിലെല്ലാം കൂടി ഒന്ന് വേവട്ടെ. ആരുടെ പാട്ടിൽ? മുതിരയുടെ പാട്ടിൽ വേവും. മുതിരയുടെ പാട്ടിൽ വേവും. ഈ മുളക് ഇങ്ങനെ കളയുന്നു. അപ്പോൾ ഇത് ഇതിൽ കിടക്കട്ടെ. കളയാൻ പറ്റും. എന്തൊരു ബുദ്ധിയാണ് നോക്ക്. ബുദ്ധിയല്ല, ഒന്നും കളയരുത്. നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് അത് വലിച്ചെറിയല്ലേ. അപ്പോൾ ഇനി ഇതിവിടെ ഇട്ടു. ഇനി നമുക്ക് നാളികേരവും വറവിടലൊക്കെ പിന്നെ വേവട്ടെ. ഞാനൊരു അല്ല എൻ്റെ അമ്മേ, നിന്റെ അമ്മ തന്നെയാണ്. അല്ല ചോദ്യം ചോദിക്കട്ടെ. എന്തോ റെഡി ആയിട്ട് നിൽക്കും പോലെയാണല്ലോ, എന്തൊക്കെയോ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഞാൻ തയ്യാറായിട്ട് നിൽക്കും പോലെയാണെന്ന് മനസ്സിലാവും. നീ ചോദിക്കുകയല്ലോ എന്തെങ്കിലുമൊക്കെ, എനിക്ക് അറിയാലോ. അടുക്കളയിൽ വന്നു കഴിഞ്ഞാൽ നിനക്ക് ചോദ്യങ്ങൾ ഒത്തിരി കൂടുതലാണ്. അല്ല, അമ്പൂന് എന്തെങ്കിലും പറയും വേണം, അമ്പൂന്റെ സഹോദരിമാർക്ക് അത് കേൾക്കും വേണം അല്ലേ? അപ്പൊ ഞാൻ എന്തെങ്കിലും ചോദിക്കും വേണം. ഞാൻ എന്തെങ്കിലും ചോദിക്കാണ്ടിരുന്ന അമ്മ എന്തെങ്കിലും പറയോ? അമ്മ എന്തെങ്കിലും പറയാണ്ടിരുന്ന അവരെന്തെങ്കിലും കേൾക്കുവോ? അപ്പൊ എല്ലാത്തിനും അതിൻ്റെ ഒരു കാരണം വേണം പറയും പോലെ അമ്മ. അപ്പൊ അമ്മ ഒരു മല പോലെ നിൽക്കുന്ന ഒരാളാണെന്ന് വിചാരിച്ചോളൂ. അമ്മ വലിയൊരു പർവ്വതമാണെന്ന് വിചാരിക്കുക. അയ്യോ, ഒരു എക്സാമ്പിൾ. ഇപ്പൊ അച്ഛനൊരു ചെറിയൊരു കല്ലാണെന്ന് വിചാരിക്കുക, വഴിയിൽ കിടക്കുന്ന ചെറിയൊരു കല്ല് അങ്ങനെ കരുതുക കേട്ടോ. ഞാൻ പേഴ്സണാലിറ്റി വെച്ചാണ് പറഞ്ഞത്. ബോഡി ഷേമിങ് ആവുമോ? പറയരുത്, ഇങ്ങനെയുള്ള കാര്യം മിണ്ടിപ്പോരുത്. എന്നാലും ഞാൻ പറയാണ്. ഇപ്പോൾ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയൊരു പർവ്വതം, അമ്മയല്ലാട്ടോ, ഒരു പർവ്വതം വലുത് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു പർവ്വതം നമ്മുടെ കണ്ണിന് മുമ്പത്ത് നിൽക്കുകയാണെന്ന് വിചാരിക്കുക. എന്റെ അമ്മേ, അമ്മ എന്തിനാണ് ഈ ഔട്ട്ഡേറ്റ് ആയി? അയ്യോ, ഇങ്ങനെ പർവ്വതം എന്ന് പറഞ്ഞത് പവർ കട്ടായി. ഇന്ന് അമ്മ അല്ലാത്ത ഏതോ ഒരു പർവ്വതം പോരെ. എന്റെ ഭഗവാനെ, നമ്മളിപ്പോ സാധാരണ നടന്നു പോകുമ്പോ എവിടെയെങ്കിലും ഒരു വലിയ പാറക്കല്ല് കാണും, അങ്ങനെ പാറക്കല്ലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ടു. സാധാരണ ആൾക്കാർ നടന്നു പോണ വഴിയിലൊന്നും ഈ പർവ്വതമില്ല. സാധാരണ ആൾക്കാരെല്ലാം അമ്മ നടന്നു പോണ വഴിയല്ലേ പറഞ്ഞത്? ഞാൻ നടന്നു പോണ വഴിയിൽ തീരെ ഇല്ല. ആണോ? ആ അമ്മേനെ വെറുതെ അല്ലല്ലേ അച്ഛൻ എന്തൊക്കെ വിളിക്കണത്?
എന്താണ് അമ്മേനെ വിളിക്കുന്നത്? മഹാറാണി, മഹാറാണി. വെറുതെ അല്ല കേട്ടോ, ഭരണം ഭയങ്കരമാണ്. അപ്പോളേ അമ്മ, നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പർവ്വതം അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു അമ്മ പറഞ്ഞില്ലേ പാറക്കല്ല് എന്തെങ്കിലും ഉണ്ട്, വലിയൊരു പാറക്കല്ല്. അത് തട്ടി വീഴാത്ത മനുഷ്യന്മാർ എന്നെപ്പോലത്തെ ചെറിയ കല്ല് തട്ടി വീഴും. ഒന്ന് ആലോചിച്ച് നോക്കണേ. അതുപോലെ വലിയൊരു മരം നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് കൂടെ നമ്മൾ ക്രോസ് ചെയ്ത് പോകും. ഒരിക്കലും ആ മരത്തിൽ നമ്മൾ വേണമെന്ന് വിചാരിച്ച് മുട്ടി വീഴുകയില്ല. കാരണം നമ്മുടെ കണ്ണിലത് കാണും. അപ്പോൾ വലുത് മാത്രമേ മനുഷ്യൻ കാണുന്നുള്ളൂ. അപ്പോൾ അത്രയും വലുത് നമ്മൾ തട്ടിയും മുട്ടിയും വീഴാറില്ല. പക്ഷേ അതിൻ്റെ വേര് തട്ടി നമ്മൾ വീഴാറുണ്ട്. മരത്തിൻ്റെ ചില്ല താഴെയാണോ കിടക്കുന്നുണ്ടാവുക? അതൊക്കെ ഉണ്ടാവും. അല്പം വേരൊക്കെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും, പൊന്തി നിൽക്കുന്നുണ്ടാവും. അത് തട്ടി ഒരാൾ വീണു. അത് തട്ടി ഒരാൾക്ക് വീഴാൻ പറ്റുന്നു. അപ്പം അമ്മ ഒന്ന് ആലോചിച്ച് നോക്ക്. വലിയ വലിയ നഷ്ടങ്ങൾ, വലിയ വലിയ സംഭവങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ മനുഷ്യൻ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു എന്ന് വെച്ചാൽ ചെറിയ കാര്യങ്ങൾ ആലോചിച്ച് നോക്കണം. ജീവിതത്തിലെ ഏറ്റവും ചെറിയ കാര്യങ്ങൾ വെറുതെ എന്തോ ഒന്നിനും നമ്മൾ വിജയിച്ചില്ല, നമുക്ക് ഭയങ്കര വലിയ ദുഃഖമാണ്. അതിനേക്കാളിലും വലിയതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. അതിനെപ്പറ്റിയൊന്നും മനുഷ്യൻ ചിന്തിച്ചു കൂടി നോക്കില്ല. അപ്പോൾ വലുതിനൊന്നും തളരാത്ത മനുഷ്യൻ ചെറുതിന് വളരെ വളരെ പെട്ടെന്ന് തളർന്നു പോകുന്നു. ചെറിയ കാര്യത്തിൽ മനുഷ്യൻ്റെ മനസ്സ് തളർന്നു പോകുന്നു. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ ചോദിക്കുകയാണെങ്കിൽ അമ്മേൻ്റെ അടുത്ത്, അമ്മ ഇപ്പോൾ എല്ലാവരും പറയും നാളെ ഒരു പ്രതീക്ഷയുണ്ടെന്ന്. അപ്പം ഞാൻ ചോദിക്കട്ടെ, നാളെ ഇന്നലെ എങ്ങനെയായിരുന്നോ അതേപോലെയാണ് ഇന്ന് എങ്ങനെയാണോ അതേപോലെ തന്നെയല്ലേ നാളെ? എന്താണ് ഒരു പ്രത്യേകത ഉള്ളത് നോക്കൂ. ദിവസം കാണുന്നു അമ്മേനെ തന്നെ ഞാൻ കാണുന്നു. അമ്മ മാറുണ്ടോ? അതേ അമ്മ. അല്ല ഞാൻ ചുമ്മാ പറയുകയാണ്. അമ്മ മാറുണ്ടോ? നമ്മുടെ അതേ അമ്മ. എൻ്റെ അച്ഛൻ മാറുണ്ടോ? അതേ അച്ഛൻ. സഹോദരൻ മാറുണ്ടോ? അതേ സഹോദരൻ. സമയം മാറുണ്ടോ? അതേ രാത്രി 12 മണി. ഒന്നിനൊരു മാറ്റമില്ല. എന്തിന്? ദിവസം കാണുന്ന സൂര്യൻ മാറുണ്ടോ? അതേ സൂര്യൻ. എത്ര കാലഘട്ടമായി സൂര്യനൊന്ന് മാറ്റണം ദൈവത്തിന് പോലും തോന്നിയിട്ടില്ല. മാറി മാറി വന്നോട്ടെ എന്ന് ദൈവം ചിന്തിച്ചിട്ട് പോലും ഇല്ല. അപ്പം ഞാൻ ആലോചിക്കുക, ഇതിലൊന്നും മാറ്റമില്ലാണ്ട് എന്ത് പ്രതീക്ഷയിലാണ് ഈ നാളെ എന്നുള്ളത്. എന്ന് വെച്ചാൽ എന്താണ് നാളെ എന്താണ് നമ്മൾ മാറ്റേണ്ടത്? എന്താണ് നമുക്ക് മാറേണ്ടത്? എങ്ങനെയാണ് നമ്മൾ മാറേണ്ടത്? കാരണം ഭൂമിയിലൊന്നും മാറുന്നില്ല. നമ്മൾ കണ്ട കാഴ്ചകൾ മാറുന്നില്ല, നമ്മുടെ കൂട്ടുകാരന്മാർ മാറുന്നില്ല. ഇനി പുതിയ ആൾക്കാർ വന്നാലും മാറ്റം വരുന്നില്ല. അവർ കൂട്ടുകാരന്മാർ തന്നെയാണ്. അച്ഛനും അമ്മയും മാറുന്നില്ല, സഹോദരൻ മാറുന്നില്ല, ബന്ധുക്കൾ മാറില്ല, സാഹചര്യം മാറില്ല, ദിവസം മാറുന്നില്ല, സമയം മാറുന്നില്ല, നമ്മളും മാറുന്നില്ല. പിന്നെ എന്താണ് ഈ നാടിലുള്ള മാറ്റം? അതിൽ നീ അവസാനം പറഞ്ഞില്ലേ, നമ്മുടെ മാറുന്നില്ല, നമ്മളാണ് മാറേണ്ടത്. നമ്മളിലാണ് വേണ്ടത്, നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് മാറേണ്ടത്. പല്ലി ശബ്ദം ഉണ്ടാക്കിയിട്ടോ ശരിയായിരിക്കും. അല്ലാണ്ട് ഈ കാണുന്ന നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരല്ല, നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയല്ല, ഈ കാലാവസ്ഥയല്ല, അല്ലെങ്കിൽ സൂര്യനോ ചന്ദ്രനോ ഇതൊന്നുമല്ല. നമ്മളാണ് മാറേണ്ടത്. നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറണം. യുഗങ്ങളായി മാറാത്ത ഇതൊന്നും മാറില്ല. അതൊക്കെ അതേപോലെ ഉണ്ടാവും. അതിന് ആ സ്ഥിരത ഉണ്ട്, അതുപോലെ ഉണ്ടാവും. മനുഷ്യനാണ് മാറേണ്ടത്. മരിക്കണ വരെ നമ്മുടെ ഈ ഒരു ഇതും മാറില്ല. പലരിലും പല രീതിയിലുള്ള സ്വഭാവമാണ്. അപ്പോൾ നിന്റെ ആറ്റിറ്റ്യൂഡല്ല എനിക്ക്, എൻ്റെ അല്ല നിനക്ക്, അങ്ങനെ പല ഇതുണ്ടാവും. അതാണ് മാറേണ്ടത്, അതാണ് മാറുള്ളൂ. അല്ലാണ്ട് മറ്റുള്ളതൊന്നും മാറില്ല. അപ്പം ഞാൻ അതിനു വേണ്ടി നിനക്ക് ഞാനൊരു കാര്യം പറയാം. ഒരാളിങ്ങനെ നടന്നു പോകുമ്പോൾ വഴിയോരത്തൊരു ബിൽഡിംഗ് പണി നടക്കുകയാണ്. അവിടെ ഈ വാർപ്പ് പണിക്കാർ നിന്ന് പണിയുണ്ട്. അപ്പോൾ ഒരേ സ്ഥലത്ത് 3 പേര് നിന്ന് പണിയുണ്ട്. ഒരു സ്ഥലത്ത് കുറേ പേര് അവിടെ ഇവിടെയൊക്കെ പണിയുണ്ട്. പഞ്ചായത്ത് പണിക്കാരാണ് ഒരേ സ്ഥലത്ത് നിന്ന് പണിയണത്? അതല്ല. അപ്പോൾ ഓരോരോ പണി ഓരോരുത്തർക്ക് ഏൽപ്പിക്കില്ലേ ബിൽഡിംഗ് പണിയുമ്പോൾ. അപ്പോൾ അതുപോലെ 3 ആൾ ഒരു സ്ഥലത്ത് നിന്ന് പണിയുമ്പോൾ അവിടെ അടുത്ത് ഇങ്ങോട്ട് പോയിട്ട്, എന്താണിത് ബിൽഡിംഗ് പണിയാണല്ലേ, എങ്ങനെ പോകണം പണിയൊക്കെ എന്ന്. അപ്പോൾ അതിൽ ഒരാൾ പറയും, അയ്യോ ഒന്നും പറയണ്ട, ഞങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കണ്ടില്ലേ, എന്തൊരു ബുദ്ധിമുട്ട് പിടിച്ച പണിയാണ്. കണ്ട എൻ്റെ കൈയൊക്കെ, അതാ പണിക്കുള്ള കൂലിയൊന്നും കിട്ടുന്നില്ല. എന്നാലും നമ്മൾ ഈ പണിയെങ്കിൽ ചെയ്തിട്ട് പോകുക തന്നെയാണ്. ഒരു നിസ്സാരവൽക്കരിച്ച് പറഞ്ഞു. അതായത് അങ്ങനെ എന്തോ നിങ്ങൾ ചെയ്തിട്ട് പോകണു, ആ കൂലി മേടിച്ചിട്ട് പോകണു, അത് നമ്മുടെ പണിക്കുള്ള കൂലിയൊന്നും അവർ തരുന്നുമില്ല. തൃപ്തിയില്ലായ്മയോട് അയാൾ പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ ആളിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് പറഞ്ഞു. അപ്പം നിങ്ങളെങ്ങനെ പോണു? അതെ, ഞാൻ ഇവിടെ നന്നായി ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, എനിക്ക് അതിനുള്ള ശമ്പളം തരുന്നുണ്ട്. ആ ശമ്പളം ന്യായമാണെന്ന് തോന്നിയിട്ടാണല്ലോ അവർ തരുന്നത്. അത് ഞാൻ മേടിച്ച് എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി എൻ്റെ കുടുംബം പട്ടിണി ഇല്ലാണ്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ ബിൽഡിംഗ് പണിയാൻ മുതലാളിക്ക് നല്ലത് വരട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അത് പിന്നെ ഒരു നല്ലതാണ് അല്ലേ? കാരണം അയാളുടെ മനസ്സിൽ
ആറ്റിറ്റ്യൂഡും അപ്പോൾ അപ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് ആറ്റിറ്റ്യൂഡ്. ഒന്ന്, എന്തിനോടും വെറുപ്പോട് കൂടി കാണുന്ന ആദ്യത്തെ മനുഷ്യനെ കണ്ടു. രണ്ടാമത്, ഉള്ളത് മതി, ഇതുകൊണ്ട് എനിക്ക് ഈ പണി തന്ന മുതലായ നന്നായിരിക്കണം, ഈ പണി കിട്ടിയത് കൊണ്ടാണ് എൻ്റെ ഭാര്യയും കുട്ടിയോടും സന്തോഷമായിട്ട് ജീവിക്കണം എന്നൊരു നന്ദിയുണ്ട്. കുഴപ്പമില്ല, ബെസ്റ്റ്. അപ്പോൾ മൂന്നാമത്തെ ആളോട് ചോദിച്ചു, നിങ്ങളുടെ എങ്ങനെ വന്നു? അതെ, ഞാൻ പറയട്ടെ, ഈ ബിൽഡിങ് പണിയുണ്ടല്ലോ, അതിന് എനിക്ക് നല്ല കൂലിയൊക്കെ തരുന്നുണ്ട്. ഞാൻ പണിയുന്നതിനനുസരിച്ച് എനിക്ക് കൂലി കിട്ടുന്നുണ്ട്, അതൊരു വശം. പക്ഷേ എൻ്റെ മനസ്സിൽ എന്താണെന്നറിയും, ഒരു വീട് എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അപ്പോൾ ആ സ്വപ്നം സാക്ഷാത്കരിക്കുമല്ലോ. അപ്പോൾ ഈ വീട് പണി കഴിഞ്ഞ് അവർ ഗൃഹപ്രവേശമൊക്കെ നടത്തി കുടുംബാടക്കം അവിടെ താമസിച്ച് സന്തോഷിച്ചിരിക്കുമ്പോൾ അവരുടെ ആ സന്തോഷത്തിന് ഞാനൊരു ഭാഗമായല്ലോ. അതായത് ഇന്ന് ഞാൻ ഈ ജോലി എടുത്തു, അപ്പോൾ ഈ ബിൽഡിങ് പൂർത്തിയാകുമ്പോൾ അയാളുടെ ഒരു ശ്രമം കൂടി അതിലുണ്ടല്ലോ. അപ്പോൾ ആ കുടുംബത്തിലുള്ള ആ സന്തോഷത്തിന് ഞാനും കൂടി ഒരു കാരണമായല്ലോ എന്നുള്ളൊരു സംതൃപ്തി എനിക്കുണ്ട്. പൈസ കിട്ടണോ, എൻ്റെ വീട്ടിൽ കൊണ്ടുപോകണോ, ചെലവഴിക്കണോ, എല്ലാം ശരിയാണ്. എന്നാൽ എൻ്റെ മനസ്സിൽ അതൊരു പണിയെടുക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നുന്നത് അറിയാം, ആ സംതൃപ്തിയാണ്. ഈ വീട് പണിയുമ്പോൾ ഈ വീട് പണി കഴിഞ്ഞ് ഇതിൽ താമസിക്കുന്നവരുടെ സന്തോഷം, അവരുടെ ആഹ്ലാദം, അതിൽ എനിക്കൊരു ഭാഗമാകാൻ കഴിഞ്ഞല്ലോ. ഞാനൊരു ഇഷ്ടികയെങ്കിലും ഇതിൽ വെച്ചിട്ടുണ്ടല്ലോ എൻ്റെ കൈ കൊണ്ട് എന്നുള്ളൊരു സംതൃപ്തിയാണ് എനിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ 3 പേരുടെയും 3 വിധമാണ്. അതേപോലെയാണ് മനുഷ്യൻ്റെ മനസ്സിലെ ആറ്റിറ്റ്യൂഡാണ് മാറേണ്ടത് എല്ലാം കൊണ്ട്. ചിലർ വിചാരിക്കും കേട്ടോ, നല്ല നിറവും ഭംഗിയൊക്കെ ഉണ്ട്, എന്തായാലും പറയും എൻ്റെ മൂക്ക് അത്ര ശരിയല്ല. ചിലർ പറയും എൻ്റെ കണ്ണിനത്ര ഭംഗിയില്ല, എൻ്റെ ചെവി ശരിയല്ല, അല്ലെങ്കിൽ എനിക്ക് മുടി കുറവാണ്. അങ്ങനെ പലതും. അതൊന്നും ഇല്ലാത്ത ചിലർ നിറം, അയ്യോ എനിക്ക് എല്ലാ കണ്ണും മൂക്കും ഒക്കെ നല്ലതാണ്, പക്ഷേ എനിക്ക് നിറമില്ല, അങ്ങനെ പറയും. അപ്പോൾ എന്താ പറയുക, നമ്മളുടെ കുറവുകൾ നമ്മൾ തന്നെ കണ്ടുപിടിക്കാൻ നിന്നിട്ട് നമ്മളെ തന്നെ നമ്മൾ കീഴായി കാണുന്നു. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ്. അതിൻ്റെ അർത്ഥം നമ്മൾ ചിത്രീകരിക്കുന്ന രീതി എന്ന് വെച്ചാൽ നമ്മളുടെ ഉള്ളൊരു കുറവ് നമ്മൾ തന്നെ കണ്ടെത്തുകയാണ്. അത് 2-3 ടൈപ്പ് ഉണ്ട്. ഒന്ന്, എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ല എന്നുള്ള തോന്നൽ, അല്ലെങ്കിൽ എന്തോ ഒരു കുറവ് എനിക്കുണ്ടെന്ന് നമ്മുടെ ഉള്ളിൽ നമുക്ക് എന്തോ ഒരു കുറവ് നമുക്കുണ്ട് ആ തോന്നൽ നമ്മുടെ ഒരു കുറവായി മാറും. അതിൻ്റെ പകരം ഞാൻ ഒന്നിനും ഒരു കുഴപ്പമില്ലാത്തതാണ്, ഞാൻ എല്ലാം എനിക്ക് എന്തുണ്ടോ അതിൽ ഞാൻ തൃപ്തിയാണെന്ന് ഒരാൾ വിചാരിക്കുന്നില്ല. അതിൻ്റെ പകരം വിചാരിക്കുന്നത് എന്താ പറഞ്ഞാൽ, എൻ്റെ നീളം അത്ര കുറവാണ്, എൻ്റെ പല്ല് അത്ര ശരിയില്ല, എൻ്റെ നിറം അത്ര ശരിയില്ല, ഞാൻ ശരിയില്ല എന്ന് ഞാൻ തന്നെ ചിത്രീകരിക്കുക. അതിൻ്റെ പകരം ഞാൻ ശരിയാണെന്നുള്ള ചിന്തയാണ് വരേണ്ടത്. അപ്പോൾ ആറ്റിറ്റ്യൂഡാണ് മാറേണ്ടത്, അല്ലേ? നമ്മൾ ചിന്തിക്കുന്ന രീതികളാണ് മാറേണ്ടത്. ഇപ്പോൾ അമ്മ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടുണ്ട്. അപ്പോൾ അമ്മ ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഭക്ഷണം ഞാൻ ഉണ്ടാക്കുന്ന എൻ്റെ ഭർത്താവ് വരും, അല്ലെങ്കിൽ എൻ്റെ മക്കൾ വരും, അവർക്ക് കഴിക്കാൻ വേണ്ടി ഞാൻ സന്തോഷമായിട്ട് നല്ല രുചിയായിട്ട് അവർക്ക് കഴിക്കണം സന്തോഷമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന രീതിയും, ഈ ഉച്ചയായി ഇങ്ങനെ ഭക്ഷണം കൂടി ഉണ്ടാക്കണമല്ലോ എന്ന് പറഞ്ഞ് പ്രാവി ഭക്ഷണം ഉണ്ടാക്കുന്ന രീതി രണ്ടാണ്. അപ്പോൾ മനുഷ്യൻ്റെ ചിന്തകളാണ് മാറേണ്ടത്, അല്ലേ? അപ്പോൾ നമ്മളെ തന്നെ കുറവായി കാണുന്ന ചില ആൾക്കാരുണ്ട്. അവർ ആ കുറവുകൾ, എനിക്കൊരു കുറവുമില്ല എന്നുള്ള ചിന്ത അവൻ്റെ ഉള്ളിൽ വരുത്തണം. അതുപോലെ തന്നെ എന്നെക്കാളിലും മുകളിൽ ആരുമില്ല എന്നുള്ള ചിന്തയും തെറ്റാണ്. അത് രണ്ടും ബാഡ് ആറ്റിറ്റ്യൂഡാണ്, അല്ലേ? അപ്പം മാറേണ്ടത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. അതെന്താ? ഇപ്പോൾ നമ്മളൊക്കെ ജീവിതത്തിൽ ദിവസങ്ങളെ മാറ്റാൻ പറ്റില്ല, ഇന്നലകളെ നമുക്ക് മാറ്റാൻ പറ്റിയിട്ടില്ല, ഇന്നലെ നമുക്ക് മാറ്റാൻ പറ്റില്ല. സത്യത്തിൽ പറഞ്ഞാൽ വരാൻ പോകുന്ന നാളെയും നമുക്ക് മാറ്റാൻ പറ്റില്ല. മാറ്റാൻ പറ്റുന്നത് നമ്മളെ മാത്രം. നമ്മുടെ ചിന്തകളെ മാറ്റാം, നമ്മുടെ ആറ്റിറ്റ്യൂഡിലൂടെ മാറ്റാം. പലർക്കും ഒരു ധാരണയുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വലുതൊക്കെ നമ്മൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് വലിയ സംഭവങ്ങളൊക്കെ നമ്മൾ നിന്ന് കൈവിട്ട് പോയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെയൊക്കെ തന്നെ കാര്യം പറയുകയാണെങ്കിൽ, അമ്മ ഒരുപാട് സ്നേഹിച്ചിരുന്ന നമ്മുടെ അച്ഛനും അമ്മ ഇപ്പം നമ്മുടെ ഒപ്പം ഉണ്ടോ? അമ്മ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന നമ്മുടെ എത്ര സുഹൃത്തുക്കൾ, എന്തിന് സഹോദരിമാർ അവരെല്ലാവരും ഇപ്പം നമ്മുടെ ഒപ്പം ഉണ്ടോ? ഇതൊന്നുമില്ല. കാരണം ഈ ലോകം മാറിക്കൊണ്ടേ ഉണ്ടാവും, സമയം മാറിക്കൊണ്ടേ ഉണ്ടാവും. പക്ഷെ മാറാണ്ടാവണതൊന്നുണ്ട്, മാറാൻ പാടാത്തതൊന്നുണ്ട്. അതാണ് മാറാണ്ടാവണ ഈ ഭൂമിയുണ്ട്. മാറാൻ പറ്റുന്നത് നമ്മുടെ ഉള്ളൊരു ആറ്റിറ്റ്യൂഡ് മാത്രമാണ്. നമ്മളെല്ലാത്തിനും സഹിച്ചു. ഞാൻ പറഞ്ഞില്ലേ, വലിയ മരത്ത് തട്ടി വീണില്ല, ചെറിയ വേരിൽ തട്ടി നമ്മൾ വീണു. വലിയ പർവ്വതം നിൽക്കണ കണ്ട് നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെ പോയി, പക്ഷേ ചെറിയ കല്ലിൽ നമ്മൾ തട്ടി ഉരുണ്ട് വീണു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവരൊക്കെ എന്നോ നിങ്ങളെ വിട്ടുപോയി. എന്നിട്ട് നിങ്ങളിപ്പോൾ ജീവിക്കില്ലേ? അപ്പോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? ഇനി ഉള്ളതിന് വേണ്ടി ജീവിക്കണം, അല്ലേ? ഇപ്പം നമ്മുടെ മുമ്പിൽ എന്തുണ്ടോ, ഇപ്പം നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അതിനനുസരിച്ച് അതിനോടൊപ്പം ജീവിച്ച് നമ്മൾ പോയേ പറ്റുമല്ലേ? ഒഴുക്കിനൊപ്പം ജീവിക്കുക എന്ന് പറയില്ലേ? അതുപോലെ ഞാൻ ചോദിക്കട്ടെ, ഈ ഭൂമിയിൽ
അപ്പം അമ്മയ്ക്ക് മക്കൾ അമ്മേനെ സ്നേഹിക്കുന്നുണ്ട്, അമ്മ മക്കളെ സ്നേഹിക്കുന്നുണ്ട്, കാരണം നിങ്ങളുടെ മക്കളായതുകൊണ്ട് ഭർത്താവ് സ്നേഹിക്കുന്നുണ്ട്, ഭർത്താവിനെ അമ്മ സ്നേഹിക്കുന്നുണ്ട്, ഒക്കെ ശരിയാണ്. ഈ വിട്ടുപോയതൊക്കെ നിസ്സാര ബന്ധങ്ങളായിരുന്നു, അതൊക്കെ വലിയ വലിയ ബന്ധങ്ങളായിരുന്നില്ലേ? അപ്പോൾ മനുഷ്യൻ ഒരു കാരണവശാലും ചെറിയ ചെറിയ കാര്യങ്ങൾ തളർന്നു പോകരുത്. ചിലരൊക്കെ ഉണ്ട്, ഒരു ലവ് ഫെയിലറായി പറഞ്ഞ് ആത്മഹത്യ ചെയ്യണു, ഒരു എക്സാമിൽ ഫെയിലായി പറഞ്ഞ് ആത്മഹത്യ ചെയ്യണം. എന്തിനേറെ ഇപ്പോൾ ഒരു സംഭവം ചോദിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ആ നിമിഷം ആത്മഹത്യ ചെയ്യണം. അപ്പോൾ ഇവരൊക്കെ ചിന്തിക്കേണ്ടത് ജീവിതം എന്നുള്ള അവരുടെ ആറ്റിറ്റ്യൂഡാണ് മാറ്റേണ്ടത്. എന്നുവെച്ചാൽ നമ്മുടെ ഉള്ളിൽ നമുക്ക് തന്നെ ഒരു പവറുണ്ട്, നമ്മുടെ എല്ലാമാണ്, നമ്മുടെ ഉള്ളിൽ എല്ലാം ഉണ്ട് അല്ലേ? ഈ പ്രകൃതിയിൽ നിന്ന് നമുക്കെല്ലാം തന്നിട്ടുണ്ട്. രൂപം ആരാണ് കണ്ടുപിടിച്ചത്? ഈ മൂക്ക് മാത്രമാണ് ഭംഗിയുള്ളത്, ഈ കണ്ണ് മാത്രമാണ് ഭംഗിയുള്ളത്, ഈ ചുണ്ട് മാത്രമാണ് ഭംഗിയുള്ളത്, ഈ ചിരി മാത്രമാണ് ഭംഗിയുള്ളതെന്ന്. എല്ലാ ചെടിക്കും അതിൻ്റെതായ ഭംഗിയുണ്ട്, എല്ലാ പൂക്കൾക്കും അതിൻ്റെതായ ഭംഗിയുണ്ട് ഇല്ലേ? ഓരോ പൂക്കൾക്കും അതിൻ്റെതായ ഭംഗിയില്ലേ? നമുക്ക് ഇഷ്ടപ്പെട്ടൊരു പൂവുണ്ടാവും, അത് നമ്മുടെ ഇഷ്ടം, നമ്മുടെ മനസ്സിൻ്റെ തോന്നലാണത്. എനിക്ക് റോസാപ്പൂവാണ് ഇഷ്ടം, അമ്മയ്ക്ക് ഏത് പൂവാണ് ഇഷ്ടം? അമ്മയ്ക്ക് മുല്ലപ്പൂവാണ് ഇഷ്ടം എന്ന് വെച്ചിട്ട് ബാക്കി പൂക്കളൊക്കെ ഭംഗിയില്ലാത്തതാണോ? അല്ല. അപ്പോൾ എല്ലാത്തിനും അതിൻ്റെതായ ഭംഗിയുണ്ട്. നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ നിങ്ങളെങ്ങനെയുണ്ടോ അങ്ങനെ നിങ്ങളെ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടാത്തവർ നിങ്ങളെ എങ്ങനെയുണ്ടെങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെടില്ല. അപ്പോൾ മനുഷ്യൻ മാറേണ്ടത് അവനവൻ്റെ ചിന്തകളാണ്, അവനവൻ്റെ തോന്നലുകളാണ്, അവനവൻ്റെ മനോഭാവങ്ങളാണ്. നാളെകൾ ഒരിക്കലും വേറെ പ്രത്യേകിച്ചൊരു മാറ്റമൊന്നും ആർക്കും കൊണ്ടുവരാൻ പോകുന്നില്ല. നാളെ എന്ന് പറഞ്ഞതിന് വരാൻ പോകുന്നതിൻ്റെ മാറ്റം എന്താണെന്ന് പറഞ്ഞാൽ, നാളെ നീ എത്രത്തോളം മാറുന്നു, മറ്റന്നേക്ക് നീ എത്രത്തോളം മാറുന്നു, നിൻ്റെ ആയുസ് അത് എത്ര. അപ്പോൾ ഒരു വർഷത്തിൽ നിനക്ക് എത്ര മാറ്റം വന്നു, അതാണ് ചിന്ത, അതാണ് ചോദ്യം. അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നൽകുന്ന ഏറ്റവും വലിയ നമ്മൾ നൽകുന്ന എക്സാമ്പിൾ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ വരുത്തുന്ന മാറ്റം അല്ലേ? ആണോ? അപ്പോൾ ഒരു സമയവും മാറുന്നില്ല. നാളെ ആയതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ചുറ്റുള്ളത് ഒന്നും മാറുന്നില്ല. നാളെ മാറാം, നമുക്ക് മാറാം അല്ലേ? അപ്പം കണ്ടില്ലേ, ഇപ്പൊ നാളികേരം കുറച്ചിട്ട് കണ്ടില്ലേ ഈ കറി, ഇത് പുളി ഒഴിക്കണ്ട, പുളി ഒഴിക്കാത്ത കറിയാണ്. അതുകൊണ്ട് എന്താ പറഞ്ഞാൽ പുളി ഒഴിക്കേണ്ട ആവശ്യമില്ല. പുളി ഒഴിച്ചാൽ നമുക്കത് എന്താ മുതിരപ്പുളിയാവും. ഇത് മുതിരപ്പുളിയല്ല, മുതിരക്കറിയാണ്. അപ്പോൾ തക്കാളി മാത്രമേ ഇടാൻ പാടുള്ളൂ, അത് അതിൻ്റെ പുളിപ്പ് മാത്രം മതി, അതാണ് ഇതിന് ടേസ്റ്റ്. അപ്പോൾ ഇത് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് വറവിടല്ലേ, ഇതിപ്പോൾ ഇത്രയുണ്ട്, പെട്ടെന്ന് കഴിയും അല്ലേ? വറവിട്ട് കഴിഞ്ഞാൽ അതായി അല്ലേ? അപ്പോൾ ദിസ് ഈസ് മുതിരപ്പൊടി. ഇത് വെളുത്തുള്ളി, ഇതിന് വെളുത്തുള്ളിയാണ് സ്വാദം. അപ്പോൾ ഇത് വെളുത്തുള്ളി കൊണ്ടാണ് വറവിടുക. ചെറുള്ളി നമ്മളത് അരയ്ക്കുമ്പോൾ, നാളികേരം അരയ്ക്കുമ്പോൾ 2-3 ചെറുള്ളി കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതാ ഈ ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കണം. കഴിഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ദിവസവും എന്താണ് മാറ്റം വരിക, ഓരോ ദിവസം നാളെ എന്താണ് മാറ്റം എന്ന് പറഞ്ഞാൽ നാളെയുള്ള മാറ്റം നമ്മുടെ ഉള്ളിലുള്ള മാറ്റമാണ് അല്ലേ? അല്ലാണ്ട് ഭൂമിയിലൊന്നും മാറുന്നില്ല. നമ്മളിൽ എന്ത് മാറ്റം സംഭവിച്ചു, അതാണ് മാറ്റം. കണ്ടോ, ഇതാണ് കറി. ഇത് വറവിട്ട് കഴിഞ്ഞു, നല്ല സ്വാദായിരിക്കും ചോറുണ്ണ. ഇതിൻ്റെ കൂടെ വല്ല ഓംലെറ്റോ ഒരു മീൻ വറുത്തതോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു സ്വാദുള്ള കറിയാണ്. നിങ്ങൾ പുളി വെക്കില്ലേ, മുതിര, ആ പുളിയൊക്കെ ഒഴിച്ചിട്ട് വെക്കില്ലേ, അതിനേക്കാളും സ്വാദാണിത്. അപ്പം നിങ്ങൾ ഇതൊന്ന് വെച്ച് നോക്കൂ കേട്ടോ. ഓക്കെ. അപ്പോൾ ആരെങ്കിലൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ എന്താണ് നാളെ എന്ത് പ്രത്യേകതയാണ്, ഈ പ്രകൃതിയിൽ ഒന്നും മാറില്ലല്ലോ, പിന്നെ എന്ത് മാറ്റമാണ് നാളെ സംഭവിക്കാൻ പോണത്, എന്താണ് നാളേക്കുള്ള സമയം മാറില്ല. അപ്പോൾ സമയം മാറില്ല, നമ്മുടെ അച്ഛനമ്മയും മാറില്ല, നമ്മുടെ സുഹൃത്ത് ബന്ധുക്കൾ മാറില്ല, നമ്മുടെ ചുറ്റുവട്ടങ്ങൾ മാറില്ല, നീ എന്ന വ്യക്തി തന്നെ പൂർണ്ണമായിട്ട് മാറില്ല. പിന്നെ എന്താണ് നാളെ ഒരു ദിവസം കൊണ്ട് മാറ്റാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകൾ മാറ്റാൻ പറ്റും അല്ലേ? എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക, എൻ്റെ ഉള്ളിലൊരു കുറവില്ല എന്നുള്ള വിശ്വാസം ഉണ്ടാവുക, എല്ലാത്തിനും അതിൻ്റെതായ സൗന്ദര്യമുണ്ടെന്ന് മനസ്സുകൊണ്ട് അംഗീകരിക്കുക, ഒരാളെ നമ്മൾ ഇൻസൾട്ട് ചെയ്യാണ്ടിരിക്കുക, ഞാനാണ് ഭൂമിയിൽ ഏറ്റവും വലുതെന്നൊരു ചിന്ത ആദ്യം എടുത്തു കഴിഞ്ഞാൽ മാത്രമേ മനുഷ്യനാവുകയുള്ളൂ. അതൊരിക്കലും മറക്കാതിരിക്കുക, മറ്റെല്ലാ ആൾക്കാരുടെ കുറവുകൾ ചൂണ്ടിക്കാണിക്കാതിരിക്കുക. ഇത്ര മാത്രം ചെയ്താൽ ഒരൊറ്റ കാര്യം സംഭവിക്കും, നിങ്ങൾ നല്ലൊരു മനുഷ്യനാവും. എന്താ പറഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രോബ്ലംസും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ കൂടി ദൈവം നമ്മിൽ തന്നെ വെച്ചിട്ടുണ്ട്, നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. പക്ഷെ നമ്മളത് തിരിച്ചറിയില്ല. അത് തിരിച്ചറിഞ്ഞ് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരുടെ അടുത്തും ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള തന്നെ നമുക്ക് പുറത്തു വരും, നമുക്ക് അതിനുള്ള സൊല്യൂഷൻ നമുക്ക് തന്നെ കിട്ടും. മറ്റുള്ളവരുടെ ചോദിക്കുന്നതിനേക്കാളും നമ്മുടെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന അത് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ
പെട്ടെന്ന് എന്തെന്ന് പറഞ്ഞാൽ ആർക്കത് അതിനെക്കുറിച്ച് ആലോചിക്കില്ല. നമുക്ക് നമ്മുടെ തന്നെയാണ് ഏറ്റവും വലിയ പ്രചോദനം. നമ്മളെക്കാളിലും വലിയ പ്രചോദനം ഭൂമിയിലൊന്നുമില്ല. നിൻ്റെ ഉള്ളിൽ നിന്നെ ഒരാൾ ഇൻസ്പയർ ചെയ്യുന്നതിനേക്കാളും വലുതായിട്ട് ഈ ലോകത്ത് ഒരാൾക്ക് നിങ്ങളെ ഇൻസ്പയർ ചെയ്യാൻ സാധിക്കില്ല. ഏറ്റവും വലിയ മോട്ടിവേഷൻ ആര് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവനവൻ തന്നെ കൊടുക്കുന്ന മോട്ടിവേഷനേക്കാളും വലുതായിട്ട് ഈ ഭൂമിയിൽ ഒരാൾക്കും മോട്ടിവേഷൻ നൽകാൻ കഴിയില്ല. കാരണം നീ ഉൾക്കൊണ്ടാൽ മാത്രം ആ മോട്ടിവേഷൻ നിന്നിലേക്ക് വരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ നിൻ്റെ ഉള്ളിൽ അതുണ്ട്. ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവ് നിനക്കുള്ളപ്പോൾ അത് ചിന്തിക്കാനുള്ള കഴിവ് നിൻ്റെ ഉള്ളിലുണ്ടാവും. അതന്നെയാണ് ഇപ്പം സത്യം. ഞാൻ എന്തോ പറയണു, അയ്യോ ചേച്ചി പറഞ്ഞു അതുപോലെ നമുക്ക് അങ്ങനെയല്ല. അത് നിങ്ങളുടെ ഉള്ളിലുള്ളത് കൂടി നിങ്ങൾ ആലോചിക്കണം. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഞാൻ പറഞ്ഞു തന്നില്ല, അതിനേക്കാളും വലിയ വലിയ സൊല്യൂഷൻസ് നിങ്ങളുടെ മനസ്സിലുണ്ടാവും, നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. നിങ്ങളത് പുറത്തെടുക്കാൻ ശ്രമിക്കൂ. അപ്പോൾ ജീവിതത്തിലെ എല്ലാ വിജയങ്ങൾക്കും നിങ്ങൾക്ക് എത്താൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് ഒരാളുടെ ആവശ്യം വരില്ല. അതുപോലെ ഓരോ പാചകത്തിൻ്റെ ഒപ്പം കഴിയുമെങ്കിൽ ഓരോ ചെറിയ നല്ല സന്ദേശങ്ങൾ പറയാൻ പറ്റിയാൽ അതിൽ വല്ല നല്ലതും ആർക്കെങ്കിലും കിട്ടാൻ സാധിച്ചാൽ അതൊരു നല്ല സൗഭാഗ്യമായി കരുതുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബായ്.